ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശ ഇന്നലത്തെ സാമ്പാർ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. സാമ്പാർ ഇത്ര ബാക്കിയുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗോതമ്പ് ദോശ തേങ്ങയൊക്കെ ഇട്ടുള്ള ഗോതമ്പ് ദോശ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വെച്ചിട്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങട്ടുള്ള ഗോതമ്പ് ദോശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടാട്ടോ. അമ്മ ചായ പൊടിയിട്ടമ്മ. പിള്ളേർക്ക് ലീവായ കാരണം കുറച്ച് നേരം വൈകിട്ടാണ്. ഇങ്ങനെ ഞങ്ങൾ ടിഫിനൊക്കെ ഹാളിൽ വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്. പിള്ളേർക്ക് സ്കൂളിലാത്ത ദിവസമല്ല. അപ്പം ടി വി ഒക്കെ കണ്ടിട്ടാണ് പിള്ളേഴ്സ് കളിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ കാരണം ഞങ്ങളും സോഫയമ്മ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനിവരോട് ചോദിക്കുകയാണ്, ഓരോ സ്കൂളിലെ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അമ്മ പറയാം, അമ്മ ഒന്നും മിണ്ടാണ്ടിക്കമ്മ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ദോശയൊക്കെ കഴിക്കുക. ഗോതമ്പ് ദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ ഇട്ടുള്ള ഗോതമ്പ് ദോശ നല്ല ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പാറും കൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ചായ വെച്ചിട്ടുണ്ട്. പിള്ളേഴ്സിനൊക്കെ പാലെടുത്തിട്ടുണ്ട്. അമ്മല് ചിലപ്പോഴാണ് പാൽ കുടിക്കുള്ളൂ കേട്ടോ. പാല് അല്ല എന്തെങ്കിലും ജ്യൂസൊക്കെ ആക്കി അടിച്ചു കൊടുത്താലാ അമ്മല് പാൽ കുടിക്കുള്ളൂ. അങ്ങനെ പിള്ളേഴ്സൊക്കെ ഫുള്ളൊക്കെ കഴിച്ചു എന്നൊക്കെ പറയാം കേട്ടോ. നേരത്ത് കഴിച്ചിട്ട് അവർ ടി വിയിലേക്കാണ് കേട്ടോ കണ്ണ്. ടി വിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. കഴിഞ്ഞ് കുറച്ച് നേരം പിള്ളേഴ്സൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് നല്ലൊരു മഴ, കാറ്റൊക്കെ ഇങ്ങനെ ആയിട്ട് നല്ലൊരു വെളിച്ചത്തിൽ തന്നെ നല്ലൊരു മഴ കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്ത് വന്നിട്ട് എടുക്കുകയായിരുന്നു. അപ്പോൾ നല്ല കാറ്റും ഇങ്ങനെ വീശിയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കായിരുന്നു. ഉപ്പേരി, മീൻകറി, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഇന്നലത്തെ ബാക്കി ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും എടുത്ത് ചൂടാക്കി അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമോ ചോദിക്കുകയാണ് അമലിനോട്, എന്തത് ഈ പുളിഞ്ചിയിൽ പച്ചമുളക്, ഇഞ്ചും പുളിയിലുണ്ടാവുക ഇഞ്ചും പുളി മാത്രമല്ലേ, എന്തിനാ പച്ചമുളക് ഇട്ടുള്ളത്, അങ്ങനെയൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ പറയണത് പ്രേക്ഷേട്ടൻ വന്നിട്ടില്ല എന്നൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത്. പ്രേക്ഷേട്ടൻ ഇന്ന് വരാൻ പറ്റിയില്ല, ഉച്ചയ്ക്ക് കുറച്ച് വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉച്ച തിരുമ്പയ്ക്കൊക്കെ എത്തും. ഇല്ലല്ലോ, ഇഞ്ചി പുളിയിൽ മുളകിട്ടിട്ടില്ലല്ലോ അച്ഛമ്മ. ഇഞ്ചി പുളിയിൽ ഇഞ്ചി മാത്രം ഇടാൻ പാടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ഇഞ്ചും മുളകും പുളിയാ. ഇഞ്ചിയുണ്ട് മുളകുണ്ട്. അപ്പൊ ഇഞ്ചും മുളകും പരിപ്പ് കിടക്കുക ചവിട്ടാ. കുറച്ച് കഴിയുമ്പോഴേക്കും പ്രേക്ഷേട്ട എത്തി. പ്രേക്ഷേട്ട ഈവനിങ് സ്റ്റേക്ക് പ്രേക്ഷേട്ട ഉണ്ടാക്കിയതാന്ന് വന്നിട്ട് ഇതേ സബോളയും തക്കാളിയും പച്ചമുളകും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബ്രെഡ്, ബട്ടർ ഇതൊക്കെയാണ് അതിൻ്റെ ആവശ്യമുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ബട്ടറിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് ബ്രെഡ് ഇടുക. ബ്രെഡ് നല്ലതായി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൊരിച്ച് വരട്ടെ ഗൈസ്. ഇങ്ങനെ ബ്രെഡ് മൊരിഞ്ഞ് വരുമ്പോൾ അത് നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം. അപ്പോൾ ബ്രെഡ് നമ്മുടെ ബട്ടർ മുഴുവൻ അതിലിങ്ങനെ ഇതായിട്ടും ബ്രെഡ് ഇങ്ങനെ മുരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അന്നേരം പിള്ളേർ കമൻറ്റൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ കേട്ടോ. പ്രേക്ഷേട്ടൻ ഇതൊക്കെ ഇടുമ്പോൾ അയ്യോ എൻ്റെ മുഖത്തേക്ക് തെറിക്കുമോ എന്നിട്ട് ഒരാൾ മുഖമൊക്കെ അടച്ച് വെച്ചിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇതേ ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് സബോളയും തക്കാളിയും പച്ചമുളകും മുളകും അതൊക്കെ ഇട്ടൊന്ന് വഴഞ്ഞപ്പോൾ മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയിട്ട് വരികയാണ്. എന്നിട്ട് അതിന് ശേഷം കുറച്ചൊരു 5-6 മുട്ട, ഞങ്ങൾ ഒരു 6 പേരല്ല, അപ്പോൾ 5-6 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ അങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല കൊത്തി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ കൊത്തിപ്പൊരി ഉണ്ടാക്കില്ലേ, അതുപോലെ നമ്മൾ ഇങ്ങനെ കൊത്തി എടുക്കണം. ഇത് ജസ്റ്റ് ഷോർട്സ് ആയിട്ടിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് റെസിപ്പി ഷോർട്സിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൊത്തിയെടുക്കണം. കൊത്തിപ്പൊരി പോലെ ഇങ്ങനെ നല്ല ഇതിൽ കൊത്തിയെടുക്കണം. അതിന് ശേഷം ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മറയ്ക്കുക. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ശേഷം നമ്മൾ മുരിച്ച് വെച്ച ബ്രെഡ് അതിലേക്ക് ഇടുക. എന്നിട്ട് അതും നമ്മളിങ്ങനെ മറിച്ച് തിരിച്ചിടുക. ഈ വീറ്റ് ബ്രെഡ് ആയ കാരണം കേട്ടോ അത് അത്ര അങ്ങോട്ട് പൊടിയാത്ത്. സാധാ ബ്രെഡാണ് ഇങ്ങനെ പൊടിഞ്ഞിതാവും. ഒന്നും കൂടി ചെറുതാക്കി വരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഈ ബട്ടറിലൊക്കെ ഇതാക്കിയ കാരണം ഇതിലിടുമ്പോൾ ചൂടുകൊണ്ട് ഇത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആവട്ടോ ഗൈസ്. അപ്പോൾ എന്നാണ്ട നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ എന്നിട്ട് അതൊക്കെ ഞങ്ങൾ ഒരൊറ്റ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം കേട്ടോ.
എന്നിട്ട് എല്ലാവരും കൂടി ടീസ്പൂൺ ഇട്ടിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ വേറെ വേറെ പ്ലേറ്റിലേക്കൊന്നും ആക്കാറില്ല. എല്ലാവരും കൂടി എല്ലാവരും കൂടിയിട്ട് അതിലിട്ട് കൈയിട്ട് വാരാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് ഹോളിലൊക്കെ കൊടുന്ന് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇല്ലാത്ത കാരണം ഞാനൊരു സെൽഫി പോലെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ വന്നിട്ട് മരുന്ന് കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കും പ്രേക്ഷേട്ടനും ഞങ്ങൾ കഴിക്കാം കേട്ടോ. അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് അത് കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുണ്ട്. അമ്മ മരുന്ന് ഐറ്റംസ് ഉള്ള ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പം ഞങ്ങൾ മരുന്ന് കഞ്ഞിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മരുന്ന് കഞ്ഞിയിലേക്ക് മീൻ കറി കഴിക്കാൻ പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രേക്ഷേട്ടനിരിക്കുന്നത്. പ്രേക്ഷേട്ടൻ പറഞ്ഞു വേണ്ട എന്നൊന്നും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മയ്ക്ക് അമലുട്ടൻ ബ്രെഡും മുട്ടയും കൂടിയിട്ടുള്ളൊരു പ്രത്യേക റെസിപ്പി ഉണ്ട് കേട്ടോ. ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ബ്രെഡ് ഓംപ്ലേറ്റ് നമ്മൾ സബോളയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ട നമ്മൾ നല്ല ഇതാക്കിയിട്ട് ബ്രെഡ് ഓംപ്ലേറ്റ് നമ്മൾ സാധാ ഓംപ്ലേറ്റ് ഉണ്ടാക്കണ പോലെ ആക്കുക. എന്നിട്ട് അതിലേക്ക് ബ്രെഡ് വെക്കുക. അതാണ് കേട്ടോ. ഇതേ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതേ അമ്മൽ ആ ബ്രെഡൊക്കെ ആ മുട്ട ഓംപ്ലേറ്റ് ഇങ്ങനെ മൊത്തം ആവരുത്, അതിനേക്കാൾ മുമ്പ് ഇങ്ങനെ പാതി വെന്ത സമയത്ത് നമ്മൾ ബ്രെഡ് അമ്മയ്ക്ക് ഇങ്ങനെ വെച്ച് അമ്മലിങ്ങനെ അമർത്തിയിട്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശേഷം അത് നിങ്ങൾ പൊട്ടാത്ത രീതിയിൽ മറിച്ചിടുക. വേണമെങ്കിൽ നമുക്ക് 2 സൈഡും ഇങ്ങനെ ആക്കിയിട്ട് ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോഴേക്കും പിള്ളേർക്കുള്ള ചോറൊക്കെ ഞാൻ 3 ആൾക്കും പ്ലേറ്റിലേക്കൊക്കെ അവർക്കൊന്നും വേണ്ട, ഇത് കഴിച്ച കാരണം ഇനി വിശക്കണില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ നിർബന്ധിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം പപ്പടം വറുത്തത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പടം വറുത്തതും മീൻകറി മാത്രം മതി, ഉപ്പേരി ഒന്നും വേണ്ട എന്ന് പറയണ്ട. അങ്ങനെ പപ്പടം വറുത്ത മീൻകറിയും അപ്പം ഇഞ്ചിമ്പുളിയെങ്കിലും എടുക്കാണ്ട് ഇഞ്ചിമ്പുളിയും ഒക്കെ ആയിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. ഉപ്പേരിയായിട്ട് ഇതന്നെ കഴിക്കണില്ല പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് കഴിക്കുക. അങ്ങനെ ഞങ്ങളിത് ഇഞ്ചിമ്പുളി നമ്മുടെ സദ്യ ഉണ്ണീരെ പിറന്നാളിൻ്റെ സദ്യയിൽ ബാക്കിയുണ്ടായിരുന്നു ആ ഇഞ്ചിമ്പുളി കേട്ടോ. അങ്ങനെ ഇത് ഹോളിലൊക്കെ കൊടുന്ന് വെച്ചിട്ട് അമ്മയും പിള്ളേഴ്സും ഒക്കെ കഴിക്കുക. ഞങ്ങൾ കഴിച്ചില്ല, ഞാൻ ചേട്ടനും മരുന്ന് കഴിഞ്ഞ് കഴിച്ചൂലോ. അപ്പോൾ അപ്പോഴും TV കണ്ടിട്ടാട്ടാ 3 ആളിരുന്ന് കഴിക്കണത്. ഇതൊന്നും കഴിച്ചില്ല കഴിച്ചു. ഇതിലെ ഒരു പകുതി അവർ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അടുക്കള സെറ്റാക്കണമല്ലോ, നൈറ്റ് എല്ലാം സെറ്റാക്കി വെച്ച് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എനിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. അടുക്കളയൊക്കെ സെറ്റായി ഗായ്സ്. ഓക്കെ